കൊല്ലം കരുനാഗപ്പള്ളിയിൽ ബി.ജെ.പി. വനിതാ പ്രവർത്തകരെ അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ മുൻ നഗരസഭാ ചെയർമാനെതിരെ കേസ്. കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാനായിരുന്ന പടിപ്പുര ലത്തീഫിനെതിരെയാണ് കേസെടുത്തത്. കഴിഞ്ഞ 12-ന് വൈകിട്ടായിരുന്നു കേസിനാസ്പദമായ സംഭവം. 33-ാം ഡിവിഷനിലെ NDA സ്ഥാനാർത്ഥിയായിരുന്ന സുചിത്ര മനോജിനെയും സഹപ്രവർത്തക വിദ്യയെയുമാണ് ഭീഷണിപ്പെടുത്തിയത്. മനോജ് നൽകും വിവരങ്ങൾ. മനോജ് പറയൂ. അമൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് 12-ാം തീയതി വൈകിട്ടാണ് ഈ ക്ഷേത്രത്തിൽ പോയി മടങ്ങിയ BJP പ്രവർത്തകരായിട്ടുള്ള NDA സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ മറ്റുള്ള വനിതാ പ്രവർത്തകരെയും ഇത്തരത്തിലുള്ള അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത്. നഗരസഭ മുൻ ചെയർമാനായിരുന്ന പടിപ്പുര ലത്തീഫാണ് ഇത്തരത്തിൽ അസഭ്യം പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. LDF-ന്റെ ഒരു അനുഭാവിയാണ് ഈ ലത്തീഫ്. എന്തായാലും ഇതിനെതിരെ കരുനാഗപ്പള്ളി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ലായിരുന്നു. പിന്നീടാണ് ഇത്തരത്തിലൊരു കേസ് എടുക്കുന്നത്. അതായത് ഈ വനിതാ പ്രവർത്തകരെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നതാണ്. ഇതിന്റെ കാരണം എന്തെന്നാൽ LDF സ്ഥാനാർത്ഥിയെ പേരെടുത്ത് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ വഴിയിൽ തടഞ്ഞു നിർത്തി, അതായത് സ്കൂട്ടറിൽ പോയിരുന്ന ഇവരെ വഴിയിൽ തടഞ്ഞു നിർത്തി ഇത്തരത്തിൽ അസഭ്യം പറയുന്നത്. എന്തായാലും 33-ാം ഡിവിഷനിലെ NDA സ്ഥാനാർത്ഥിയായിരുന്ന സുചിത്ര മനോജിനെയും അതോടൊപ്പം സഹപ്രവർത്തകയായിട്ടുള്ള വിദ്യയുമാണ് ഈ നഗരസഭാ ചെയർമാൻ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. മനോജാണ് വിവരങ്ങൾ പങ്കുവച്ചത്.